10-12 വർഷങ്ങളായി ആ കുടുംബവുമായി ഒരു നല്ല ബന്ധം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവളുടെ അമ്മയപ്പന്മാർ തികഞ്ഞ ദൈവ വിശ്വാസികളാണ്. ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഗ്രഹീത കുടുംബം. ഒരു ദിവസം ആ ഭവനത്തിൽ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ ആ പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് ബൈബിൾ ഇഷ്ടമാണ്, യേശുവിനെ ഇഷ്ടമാണ്, നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് നിങ്ങളെപ്പോലൊരു വിശ്വാസിയായി തീരാൻ താല്പര്യമില്ല. ലോകം വളരെ വലുതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ലോകം എത്ര വലുതായാലും, ജീവിതത്തിൽ എത്രയൊക്കെ അവസരങ്ങൾ ഉണ്ടായാലും, എത്രയൊക്കെ മനുഷ്യൻ ഉയർന്നാലും, ഉയരും തോറും ദൈവത്തെ മുറുകെ പിടിക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കുകൾ അവസാനിപ്പിച്ചു. കാരണം തർക്കിക്കാനും വാദിക്കാനും പരിശ്രമിക്കുന്നവരോട് നമ്മൾ തർക്കിക്കാനും വാദിക്കാനും പോയതുകൊണ്ട് അവിടെ കയ്പ് വർദ്ധിക്കും എന്നല്ലാതെ അവിടെ ഒരു വ്യക്തി വിടുവിക്കപ്പെടുകയില്ല. ഏകദേശം കുറെ നാളുകൾ കഴിഞ്ഞു. ആ പ്രിയപ്പെട്ട മാതാവ് തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. ആ പ്രിയപ്പെട്ടവളെ ഞാൻ കാണുമ്പോൾ അവർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൾ ഇന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അവളുടെ ജീവിതം ഇനി എത്ര കാലം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്ന ഇന്ന അനുഭവങ്ങളിലാണ് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ അവൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ തയ്യാറാകുന്നുണ്ടോ? ആ അമ്മ വേദനയോടെ പറയുന്നു, ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അവളെ വിടിവിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും ഇന്നും ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അവൾ തയ്യാറല്ല. ഒരു 2 ദിവസത്തിന് മുമ്പ് എനിക്കറിയാനായിട്ട് കഴിഞ്ഞൊരു കാര്യം, ആ പെൺകുട്ടി രോഗക്കിടക്കയിലായി. വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്തു തീർക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലങ്ങളായി വാങ്ങിയിട്ടുണ്ട്. പല സിനിമകളും മുടങ്ങിക്കിടക്കുക, പൈസ തിരിച്ചു കൊടുക്കണം. ആ കുടുംബം ആശങ്കയില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിക്കാതെ ഇതിനകത്ത് പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ ആരോടാ മസിൽ പിടിക്കുന്നത്? നമ്മൾ ആരോടാ എതിർത്ത് നിൽക്കുന്നത്? നമ്മൾ ആരോടാ പോരാടുന്നത്? സർവശക്തനായ ദൈവത്തോട് പോരാടിയിട്ട് ഒരു മനുഷ്യനും ഇന്നുവരെ നിന്നിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നില്ലെങ്കിൽ, അത് പരാജയത്തിലേക്ക് കലാശിക്കൂ. അതാണ് ലാസറിന്റെ വീട്ടിൽ നമുക്ക്